മനുജ, ഇന്നലെ രാത്രിയിൽ പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശമാണ് ഇന്നത്തെ എല്ലാ മുഖ്യ മാധ്യമങ്ങളുടെ ഇന്ന് രാവിലത്തെ ചർച്ചാ വിഷയം. അത്ഭുതം വല്ലതും തോന്നുന്നു? എനിക്കൊരു അത്ഭുതമില്ല. അതായത് PR വിജയനായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കടക്കുപുറത്ത് നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞവരോട് കയറി വാടാ മക്കളെ എന്നൊക്കെ ഭയങ്കര സ്റ്റണ്ണിങ് ഡയലോഗ്സ് പറയുകയും പിന്നെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കണ്ടത്. ഈ തെരഞ്ഞെടുപ്പായപ്പോൾ വന്നൊരു PR പാക്കേജിന്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടടാ ഞങ്ങളുടെ ശരിക്കുള്ള വിജയനെ കണ്ടടാ എന്നൊരു മോഡാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ഞാൻ കുറച്ചുകൂടി അദ്ദേഹം അതിന് കടന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. കാര്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊന്നും അല്ലല്ലോ, വീട്ടിൽ പോയി പറയുന്നൊന്നുമല്ല, ഈ സഭയിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും പരനാറി പ്രകാശം പരത്തുന്നതും ചെറ്റയെന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മനീജ പറഞ്ഞ ഈ കേറിവാടാ മക്കളെ എന്നുള്ളത് സ്ക്രിപ്റ്റഡ് ആണ്. അത് സെറ്റിട്ടാണ്. ഈ PR വർക്ക് നടത്തിയിരിക്കുന്ന ഇന്റർവ്യൂ കൊടുത്ത എല്ലാ ചാനലുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹത്തിന് പറയാനുള്ള മറുപടികൾക്കുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ ധൈര്യസമേതം എനിക്ക് തോന്നുന്നു MP ബഷീർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഓൺലൈൻ സ്ഥാപനമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൽ മാത്രമാണ് ഇച്ചിരി സ്വതന്ത്രമായിട്ടുള്ള ചോദ്യം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറാണ്, വിനു വിജയനെ അടുപ്പിച്ചിട്ടില്ല. അതിന് അവർക്ക് പറയാനൊരു ന്യായമുണ്ട്. കഴിഞ്ഞ തവണയും സിന്ധു ആണ് ചെയ്തത്, അതുകൊണ്ടാണ് എന്ന് പറയാം. അപ്പം ബാക്കിയുള്ളിടത്തെല്ലാം അതെ, അതാണ് പറഞ്ഞത്. വിനു വിജയനെ സഖാക്കൾക്ക് ഇഷ്ടമല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരനെ ഇന്റർവ്യൂ. അതെ, വിനു വിജയനെ സഖാക്കൾക്ക് ഇഷ്ടമല്ലോ. വിനു വിജയൻ ഇരിക്കുന്ന സദസ്സിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര്. ഏതാ അപ്പൊ ഇന്നലെ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലായിരുന്നു പരിപാടി, പിണറായി വിജയന്റെ. അപ്പൊ ഇന്നലെ രാവിലെ നമ്മൾ കണ്ടു ഒരിക്കലും കാണാത്ത ഒരു പിണറായി വിജയൻ. ഇപ്പം മുമ്പേ മനൂജ പറഞ്ഞ പോലെ ഒരിക്കലും കാണാത്ത ഒരു പിണറായി വിജയനെ. കാരണം അദ്ദേഹം ഇന്നലെ തിരുവല്ല എലൈറ്റ് കോണ്ടിനെന്റൽ ഹോട്ടലിൽ രാവിലെ പത്രസമ്മേളനം ഉണ്ട്. അത് കഴിഞ്ഞാന്ന് തോന്നുന്നു ഇറങ്ങി വരുന്ന വഴിക്ക് ഒരാൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കും. അദ്ദേഹം പതിവില്ലാതെ ചിരിച്ച് കളിച്ച് ഈ കുഞ്ഞിനെ പിടിക്കും. എനിക്ക് ഭൂമിയിലെ രാജാക്കന്മാർ സിനിമയാണ് ഓർമ്മ വരുന്നത്. സിനിമ കണ്ടാണോ? മോഹൻലാലിന്റെ. അതിനകത്ത് ഇതുപോലെയാണ് ഈ തമ്പുരാൻ ആയിട്ടുള്ള മോഹൻലാൽ വന്നിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് ഈ കുട്ടികളെ പോയി എടുക്കുക, അവസാനം വന്ന് ഡെറ്റോൾ ഇട്ട് കുളിക്കുന്നതായിട്ട്. അപ്പം എന്താണ് രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണ്. അതുപോലെ ഈ കുട്ടിയോട് ചിരിച്ച് കളിച്ച് പോയ ഒരാളാണ്. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് നേരത്തെ കിടന്നിറങ്ങിപ്പോയി. രാവിലെ വെളുപ്പിന് എണീറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ സംഭവമാണ്. വീട്ടിൽ പോയി പറയടാ. അതുകൊണ്ട് വീട്ടിൽ പോയി പറയടാ എന്ന് പറയുമ്പോൾ നമുക്ക് അവർ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇനി ജീവിതകാലം മുഴുവൻ വീട്ടിലിരുന്ന് പറഞ്ഞോളൂ എന്നുള്ളതാണ്. നമ്മൾ ജനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ചേട്ടാ. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ വലിയ തമ്പുരാക്കന്മാരായി മാറുന്നത്. ആ ജനങ്ങൾക്കൊരു പൊതുസഭയിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ചോദ്യം ചോദിച്ച ആളൊരു സഖാവാണ്. അയാളിപ്പോ പറഞ്ഞത് മുഖ്യമന്ത്രി ഞാൻ തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്നാണ് തോന്നുന്നത്. കാരണം അല്ല, ഒരു മിനിങ്ങാത്ത ഒരാൾക്കും അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ചോദിക്കാനുള്ള ധൈര്യം വരില്ല. സ്വന്തം പാർട്ടിക്കാർ നമുക്കറിയാം. കോടിയേരി ബാലകൃഷ്ണൻ നിൽക്കുമ്പോഴാണ് കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ എന്നൊരു വളിച്ച ചിരിയുമായിട്ട് അവിടെ നിന്ന് ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ കോടിയേരിയുടെ ഒരു ദയനീയാവസ്ഥ മനസ്സിലാക്കുന്നത്. ഞാൻ വിളിച്ചിട്ട് വന്നതാണെന്ന് കോടിയേരി പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം കടക്ക് പുറത്ത് പറയുന്നത്. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ അദ്ദേഹം പ്രസംഗത്തിനിടയിൽ ഇത് പറഞ്ഞങ്ങ് പോവാ, വീട്ടിൽ ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പുള്ളി പ്രസംഗം തുടരുകയാണ്. അപ്പൊ ഈ ചോദിച്ച മനുഷ്യൻ അദ്ദേഹം ഇച്ചിരി ഇതിന്റെ പുറത്താണെങ്കിൽ അദ്ദേഹം ഇപ്പൊ രാവിലെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളെക്കുറിച്ച് ചോദിക്കാനായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ വന്ന് കണ്ടായിരുന്നല്ലോ ഉമ്മൻചാണ്ടി. അതെ, തീർച്ചയായിട്ടും അത് എടുത്ത് പറയേണ്ടതാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ പ്രതികരിക്കുന്നത്? മാത്രമല്ല ഇപ്പൊ ഉമ്മൻചാണ്ടി മയാണ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ചകൾ വരികയാണ്. അദ്ദേഹം എങ്ങനെയായിരുന്നു ജനങ്ങളോട് ഇടപെട്ടിരുന്നത്, എത്രത്തോളം സൗമ്യനായിരുന്നു, എത്ര ജനകീയനായിരുന്നു എന്നൊരു രീതിയിലൊരു താരതമ്യമാണ് വരുന്നത്. ഇപ്പൊ തന്നെ ഈ പിണറായി വിജയൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞ സദസ്സിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അതിന് സഖാക്കളുടെ ക്യാപ്സ്യൂൾ ഓൾറെഡി ഇറങ്ങി. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചിട്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ചോദിച്ചാൽ ആരാന്നേലും അങ്ങ് പറഞ്ഞു പോകും എന്നാണ് പറഞ്ഞത്. ഇതുപോലെയാണ് ഉമ്മൻചാണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പിന്നെ ബിവറേജിന്റെ 10%, ഔട്ട്ലെറ്റുകൾ 10% കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇടുക്കിയിലാണ് സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ ഏത് ചെയ്യുന്നു, തടിയമ്പാട്ടെ ബിവറേജ് അടയ്ക്കല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ഉമ്മൻചാണ്ടി പറയുന്നത് അല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത്. അപ്പം അത് മാത്രമല്ല, അത് എല്ലാ നേതാക്കന്മാരുടെ ഇടയിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതുപോലൊരു അവസരത്തിൽ
വി ഡി സതീശനാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമ്മൾ വി ഡി സതീശൻ്റെ പ്രതികരണങ്ങൾ കണ്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുമ്പം അദ്ദേഹത്തിന് മറുപടി പറയാൻ താല്പര്യം ഇല്ലാത്തതിനകത്താണെങ്കിൽ പുള്ളി അതിനെ അസന്നിഗ്ധത്തോടെ അങ്ങ് നിഷേധിച്ചങ്ങ് പോതേ ഉള്ളൂ. പിന്നെ പിണറായി വിജയനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രസംഗം ഒരു അത്ഭുതമേ അല്ല. മാത്രമല്ല ചേട്ടാ, കഴിഞ്ഞ ദിവസമാണ് ജി സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിനെ പറയുന്നത് ചെറ്റത്തരം ആണെന്നൊരു പ്രയോഗം നടത്തുന്നത്. മുൻപ് ഇതുപോലെ എൻ കെ പ്രേമചന്ദ്രനെതിരെ ഒരു പ്രയോഗം നടത്തിയ സമയത്താണ് നമ്മുടെ MAP പരാജയപ്പെട്ടു പോവുകയും എൻ കെ പ്രേമചന്ദ്രൻ അതിനുശേഷം ഇന്നേ വരെ ആ ലോക്സഭാ സീറ്റ് കിട്ടിയിട്ടില്ല. എൻ കെ പ്രേമചന്ദ്രൻ മാത്രമാണ് അദ്ദേഹത്തിന് ജയിച്ചു വരുന്നത്. അത് വലിയ ഭൂരിപക്ഷത്തിനാണ് അത് ജയിക്കുന്നത്. അപ്പൊ ഈ ജി സുധാകരനെ വിളിക്കുമ്പോൾ ജി സുധാകരൻ ജയിക്കും. പിണറായി തനി സ്വഭാവം കാണിക്കുമ്പം 3.0 ഇല്ല, പകരം ഇവർ പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന ഒരു സൂചന കൂടി നമ്മൾ കാണേണ്ടതുണ്ടോ? അല്ല, അത് എന്താ പറയാ, എത്ര മൂടി വെച്ചെന്ന് പറഞ്ഞു എത്ര പുട്ടിയടിച്ചാലും ഒരു നാൾ അതെല്ലാം കളഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. നമ്മൾ വല്ല നീലക്കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ? എത്ര നീല അടിച്ചു വെച്ചെന്ന് പറഞ്ഞാലും നിലാവ് കാണുമ്പോൾ കുറുക്കം കൂവും എന്ന് പറഞ്ഞ പോലെ ഒരു പരിധിക്കപ്പുറം ഒന്നും ഒരാളെ, അതായത് 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്, ഇന്ന് തൊട്ട് ഒരാൾ പറയാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറാവൂന്ന്, നടക്കത്തില്ല. നമുക്ക് പിണറായി 3.0 ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം. അതിൻ്റെ ഒരു കലിപ്പ് കൂടിയുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ ഇന്നലെ വന്ന മീറ്റിങ്ങുകളിലെല്ലാം ഇരിക്കുന്നത് ഇവരുടെ പാർട്ടിക്കാരാ, അല്ല വേറെ ആരും ഇല്ലല്ലോ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാൻ ചോദ്യം വന്നതും പാർട്ടിക്കാരുടെ ഇടയിൽ നിന്നാണ്. മുമ്പ് ഇതുപോലെ ഒന്ന് കൂവിയത് കോട്ടയത്ത് വെച്ചാൽ 2008 കോട്ടയം നാഗമ്പടത്ത് ജില്ലാ സമ്മേളനമാണെന്ന് തോന്നുന്നു. CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ സമാപനം. ഭയങ്കര മഴയാണ്. സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ നടക്കുന്നു. മഴ നടക്കുന്നതിനിടയ്ക്ക് തലയിൽ ഒരു തുണി ഇട്ടുകൊണ്ടെന്നാണ് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത്. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഭയങ്കര കൂവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ളം അടിച്ച് അകത്ത് കിടക്കണം, ആ രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് അതിനകത്ത് ഒരു ഡയലോഗ് ഓർമ്മയുണ്ട്, ഇത് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല, മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പുള്ളി പറഞ്ഞു. ഇതിനെതിരെ ഉഷാ ഉതുപ്പ് പ്രതികരിച്ചു, എൻ്റെ ഗാനമേള അത്ര മോശമാണോ അത്. അതുപോലെയാണ് ബിഷപ്പിനെ, താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചു, നികൃഷ്ടജീവി എന്ന് വിളിച്ചു, മാർ ചിറ്റിലപ്പള്ളിയെ. അപ്പോൾ ആ പ്രസ്താവന ഇതുവരെ തിരിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ മത്തായി ചാക്കോ എന്ന് പറയുന്ന ഇവരുടെ ഒരു MLA ഉണ്ടായിരുന്നു. ഈ MLA അന്ത്യകൂദാശ സ്വീകരിച്ചു. CPM-കാർ നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യയോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നിരീശ്വരവാദികളായിട്ടുള്ള CPM-കാരെ ഈശ്വരവിശ്വാസികളാക്കാനുള്ള ഒരു നീക്കമാണെന്നുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നത്. ആ പ്രയോഗം പിന്നീട് തിരുത്തിയിട്ടേ ഇല്ല. ഇപ്പോൾ അവരുമായിട്ട് നല്ല അടുപ്പമൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇദ്ദേഹം പുറപ്പെടുവിച്ച ഒരു പ്രയോഗവും പുള്ളി ഇതുവരെ തിരുത്തിയിട്ടില്ല. കഴിഞ്ഞിടയ്ക്കാണ് മറ്റേ ഒരു പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം സെൽഫി എടുക്കാൻ വന്ന് മാറി നീക്ക അങ്ങോട്ടൊന്നും. അത് ആദ്യമായിട്ടല്ല, നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യമായിട്ട് വന്നാൽ അപ്പോൾ പുള്ളി ഗെറ്റ് ഔട്ട് അടിക്കും, മാറി നീക്ക അങ്ങോട്ട് എന്ന് പറയും. ഇത് പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറേ വേടുകളും മലയാള ഭാഷയിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഏറ്റവും കൂടുതൽ ട്രോൾ വിധേയമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ്. പിപ്പിടി വിദ്യ, ഈ പിപ്പിടി വിദ്യ വടക്കേ മലബാറിലുള്ള ഒരു ഭാഷയാണ് പിപ്പിടി വിദ്യ. നമ്മൾ ചെപ്പടി വിദ്യ എന്ന് കേട്ടിട്ടുണ്ട്, ഈ പിപ്പിടി വിദ്യ നമ്മൾ കേട്ടില്ല. പിന്നെ ഒരു പ്രത്യേകതര ഏക്ഷൻ ഉണ്ടായി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഭാഷകൾ. പിന്നെ ബക്കറ്റിലെ വെള്ളം, കടലിൽ നിൽക്കുമ്പോൾ ബക്കറ്റിലെ വെള്ളത്തിന് ശക്തിയില്ല, കടലിൽ നിൽക്കുമ്പോഴേ തിരക്കി ശക്തിയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. അങ്ങനെ കുറേ MLA അദ്ദേഹത്തിന്റെ ശാരീരിക പ്രകൃതിയെ കുറിച്ച് പറഞ്ഞിട്ട് അതെ അമിത്ഷായെ പുള്ളി ബോഡി ഷെയിം ചെയ്തതായിട്ട്, അമിത്ഷായുടെ തടിയൊന്നും പോരാ സർക്കാരിനെ മറിച്ചിടാൻ എന്ന് പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ് ഇത്രയും ദിവസം പൊക്കിക്കൊണ്ടുവന്ന ബിൽഡ് ചെയ്തു, ആ ബിൽഡപ്പ് ഒറ്റ ദിവസം കൊണ്ട് താഴെപ്പോയി. അതാണ് LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയിരുന്ന ബാക്കിയുള്ളവരങ്ങ് ഭരിച്ചോളും എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യം. എന്തായാലും ഈ പറയുന്ന പിണറായിയുടെ ഈ ഒരു പരാമർശം അത് സ്വന്തം പാർട്ടിക്കാരനോടാണെങ്കിൽ പോലും അടുപ്പിച്ചുള്ള ഈ രണ്ട് പേർ, അതിൻ്റെ ഒപ്പം കൂടെയാണ് മറ്റേ ഇങ്ങേര് കഴിഞ്ഞ ദിവസം കോമാളി വേഷമെന്ന് ഇദ്ദേഹത്തെ വിളിച്ചത്, പിഷാരടിയെ വിളിച്ചു, തോമസ് ഐസക്. ഖേദം പിന്നീട് പ്രകടിപ്പിച്ചെങ്കിൽ പോലും പിഷാരടിയുടെ മറുപടി ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല. തീർച്ചയായിട്ടും ഒറ്റ ഒരു സ്കെയിൽ അങ്ങ് അല്ലേ കുതിച്ചു കയറുന്നു പിഷാരടി എന്ന് പറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇമേജ്. ആ പിഷാരടി ഇമേജ് കൂടിയെന്ന് മാത്രമല്ല, എല്ലാവരും വിചാരിച്ച പിഷാരടി വരും കൊമേഡിയനാണ്. പക്ഷെ പിഷാരടിയുടെ സംസാരങ്ങൾ നമുക്കറിയാലോ. പുള്ളി പല കാര്യങ്ങളിലും സംസാരിക്കുന്നതിനകത്ത്
ഹാസ്യം പറയേണ്ടടുത്ത് പുള്ളി ഹാസ്യം പറയും, കാര്യം പറയേണ്ടടുത്ത് പുള്ളി കാര്യം പറയും. അപ്പോൾ പുള്ളി ഇന്നലെ പറഞ്ഞല്ലോ, സമരം ചെയ്താൽ സംസ്കാരം കിട്ടത്തില്ല, സംസ്കാരം സമരം ചെയ്ത് ഉണ്ടാക്കേണ്ടതല്ല എന്ന് ഒറ്റ ഡയലോഗിൽ തീർന്നു. അതായത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അങ്ങ് ഇല്ലാണ്ടായി, മമ്മൂട്ടി പറയുന്നത് പോലെ അങ്ങ് ഇല്ലാണ്ടായി. അതിൻ്റെ കൂടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പിപ്പിടി വിദ്യ വന്നിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയനെ അറിയാവുന്നവർക്ക് ഇതൊരു അത്ഭുതമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ഈ വരുന്ന ഇലക്ഷനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി.